ഔട്ട് ഓഫ് ഫോക്കസിന് 5 വർഷം എടുത്തു നോക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കാര്യം, നമ്മൾ വേറൊരു നറേറ്റീവ് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. വേറൊരു നറേറ്റീവ് എന്ന് പറയാൻ കാരണം, ഈ കേരളത്തിലെ മാധ്യമരംഗം, അത് പത്രങ്ങളാണെങ്കിലും ടെലിവിഷനാണെങ്കിലും, ചില കാര്യങ്ങളിൽ അവർ മാറുകയോ അല്ലെങ്കിൽ വേറൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കുകയോ ചെയ്യില്ല. ഗ്ലോബൽ മീഡിയ സെറ്റ് വെച്ച് ചില സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് അവരത് പോവുക. ഇപ്പോൾ ഹമാസ് എന്ന് പറയുന്നത്, ഹമാസ് ഭീകരവാദികളെന്ന് അച്ചടിക്കുന്ന പത്രങ്ങളും കാർഡുകളടിക്കുന്ന ടെലിവിഷനിലൂടെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഹമാസ് ഭീകരവാദികളൊന്നും കൊടുക്കുന്നില്ല. അത് അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ അതിനൊരു കാരണം ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്തോ യുദ്ധമാണ്, 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ജേർണലിസ്റ്റുകൾ, സീനിയർ ജേർണലിസ്റ്റുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. 2 രാജ്യങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു യുദ്ധമാണ്. ഇന്നങ്ങനെ സീനിയർ ജേർണലിസ്റ്റുകളോട് സാധാരണക്കാർ പോലും അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ അതിൽ ഔട്ട് ഓഫ് ഫോക്കസിന് വലിയ. മാത്രമല്ല ഗസയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ളത് ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഇനി എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യക്ഷത്തിൽ പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു നീണ്ട കുറിപ്പ്, ഔട്ട് ഓഫ് ഫോക്കസ് കണ്ടു തുടങ്ങി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, നീണ്ടൊരു കുറിപ്പ് എഴുതി. അതിൽ പ്രധാനമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്തൊരു വിമർശനം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജാതിയെയും മതത്തെയും കുറിച്ചാണ്. അതൊരു തരം അസ്വസ്ഥതയുണ്ടാവും. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിലും ഒന്നുകിൽ ജാതി ഉണ്ടാവും അല്ലെങ്കിൽ മതം ഉണ്ടാവും, ഏതെങ്കിലും മതം. അപ്പോൾ ഞാൻ തിരിച്ചൊരു മറുപടി കൊടുത്തു. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഒരു തിക്ത യാഥാർത്ഥ്യമാണ് ഈ 2 കാര്യങ്ങളും. നമ്മുടെ പോളറൈസേഷൻ്റെ ഒരു കാരണം മതമാണ്, നമ്മുടെ സാമൂഹിക ഘടന ജാതിയിൽ അധിഷ്ഠിതമാണെന്ന് പറഞ്ഞാൽ തിരിച്ചൊരു മറുപടി കൊടുത്തു. അത് അയാൾക്ക് കൺവിൻസ് ആയില്ലോ എന്ന് നമുക്കറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം വരുന്നത്, ഭരിക്കുന്ന പാർട്ടികൾ നിരന്തരം വിമർശിക്കുന്നു എന്നുള്ളതാണ്. ഭരിക്കുന്ന ഒരു പാർട്ടി BJP ആണ്, ഒരു പാർട്ടി CPM ആണ്. അവർ വിമർശിക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുക? അപ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്തെ കുറെ കൂടി സോഫ്റ്റ്വെയർ ഇതിലാണ്, അതായത് UDFന്, കേന്ദ്രത്തിലാണെങ്കിൽ കോൺഗ്രസ്സിന് ഒക്കെ നിങ്ങൾ വളരെ സോഫ്റ്റായിട്ടാണ് പെരുമാറുന്നത്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. നമ്മൾ പ്രതിപക്ഷത്തെ വിമർശിക്കാൻ നമ്മളെ ഗോദി മീഡിയ എന്ന് വിളിച്ചാൽ പോലെ. ഗോദി മീഡിയകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അത് അവർ പ്രതിപക്ഷത്തെ ആക്രമിക്കുക, പ്രതിപക്ഷത്തെ അക്കൗണ്ടബിൾ ആക്കുക, പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഗോദി മീഡിയ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളും അങ്ങനെയാവില്ലേ? നമ്മൾ ആദ്യം അക്കൗണ്ടബിൾ ആക്കുന്നത് ഭരണകൂടത്തെയാണ്, ഭരിക്കുന്ന പാർട്ടിയാണ്, അധികാരമുള്ളവരെയാണ്. അധികാരമുള്ളവർ ഓഡിറ്റ് ചെയ്യലാണ് മാധ്യമങ്ങൾ ശരിക്കും ചെയ്യേണ്ടത്. അതല്ല ഇനി പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഗോദി മീഡിയ എന്നേ വിളിക്കേണ്ടതുള്ളൂ. മൂന്നാമത്തെ ഒരു വിമർശനമായിട്ട് വരുന്നൊരു കാര്യം, നിരന്തരം ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ പറയുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ആവർത്തിച്ച് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ഈ 5 വർഷം ഔട്ട് ഓഫ് ഫോക്കസിനുള്ള യാത്രയിൽ ഞാൻ വിചാരിക്കുന്നത്, ഔട്ട് ഓഫ് ഫോക്കസ് സമൂഹത്തിന് നൽകിയതിനേക്കാൾ കൂടുതൽ സമൂഹം ഔട്ട് ഓഫ് ഫോക്കസ് നൽകിയിട്ടുണ്ട്. നമ്മളെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നറേറ്റീവുകളെ കൃത്യമാക്കിയിട്ടുണ്ട്, മറ്റും നമ്മളെ കൂടുതൽ ഉത്തരവാദിത്വബോധമുള്ളവരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് എനിക്കാണ് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടില്ല. ഞാൻ ഔട്ട് ഓഫ് ഫോക്കസിന് കൊടുത്ത കോൺട്രിബ്യൂഷനേക്കാളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ചില പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഒരു ലോറി ഡ്രൈവറുടെ ഒരു കമൻറ്റാണ്. അദ്ദേഹം അത് തന്നെ പറഞ്ഞാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്. മലയാള ടെലിവിഷൻ ചാനൽ ചരിത്രത്തിൽ ഇത്രയും ശ്രദ്ധേയമായ വാർത്താ അധിഷ്ഠിത പരിപാടി വേറെ ഉണ്ടായിട്ടില്ല. അതിന് തെളിവാണ് മറ്റ് ചാനലുകൾ ഇതേപോലെയുള്ള പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ ഒരു കമൻറ്റ്. നെയ്യം അഹമ്മദാണ് അങ്ങനെ ഒരു കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഹാരിസ് റഹ്മാനാണ്, ഞാനൊരു ലോറി ഡ്രൈവറാണ്, എന്നും പാട്ട് കേട്ട് മാത്രം ഓടിച്ചു കൊണ്ടിരുന്നു ഞാൻ എപ്പോഴെങ്കിലും ഔട്ട് ഓഫ് ഫോക്കസ് കേൾക്കും. ഇത് സ്ഥിരമായി കേൾക്കാൻ തോന്നി, അങ്ങനെ കേട്ട് ശീലിച്ചു. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ പാട്ട് കേൾക്കുന്നില്ല, യൂട്യൂബിൽ വാർത്തകളാണ് കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതൊരു ശീലമായി, ഔട്ട് ഓഫ് ഫോക്കസ് ഒരു ശീലമായി, കൂടുതൽ അറിവ് ലഭിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരുടെ കമൻറ്റുകൾ ഞാൻ അതിലേക്ക് വരാം.